അപ്പോൾ എല്ലാവരും എന്തൊക്കെ പറയുന്നു? സുഖമാണോ? അപ്പോൾ നമ്മൾ ലണ്ടനിലെ മറ്റൊരു ദിവസം. ഇന്ന് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഫുഡ് ആണ് മെയിനായിട്ട്. അതെ, അതാട്ടോ ഇവിടുത്തെ മെയിൻ ഒരു സ്ട്രീറ്റ് ആണല്ലോ ചൈന ടൗൺ. ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക്. അപ്പോൾ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഇന്ന് ഫ്രണ്ടിനെ കാണണം. അപ്പോൾ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. ഫസ്റ്റ് ഡേ ആണ്. നാളെ തിരിച്ചു പോകണം. പിന്നെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ് കാണാൻ വേണ്ടി നമ്മൾ മറ്റൊരു ട്രിപ്പായിട്ട് വീണ്ടും വരുന്നു. സമ്മറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ സമയം ഇവിടെ രാവിലെ 1 മണി, അതായത് ഉച്ചയ്ക്ക് 1 മണിയാണ്. പക്ഷേ ഇന്ന് നേരം വെളുക്കാത്ത പോലെ ഇരിപ്പുണ്ട്. സൂര്യനില്ലേ ആവോ? ഇന്ന് സൂര്യനില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് സൂര്യനില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. സൂര്യൻ ഉദിക്കാത്ത ദിവസം. അതെ, നമ്മൾ ഇന്നലെ ഈ സ്ട്രീറ്റിൽ തന്നെയായിരുന്നു ലൈറ്റൊക്കെ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ നടക്കുകയാണ്. അവിടെ നമ്മൾ ചൈന സ്ട്രീറ്റിലോട്ട് നടക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ ഫുഡ് സ്ട്രീറ്റുകൾ കാണാം 2 സൈഡിലും. നമ്മുടെ ലക്ഷ്യം ചൈന ടൗൺ ആണ്. പിന്നെ ഇവിടെ തന്നെയാണ് ആലിയ ഭട്ടിന്റെ കേക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ ഒന്ന് ഇന്നത്തെ പരിപാടി ഫുഡാണ്. സോറി, ആലിയ ഭട്ട് അങ്ങനെയാണ്. ഞാൻ ഓർത്ത് ആലിയ ഭട്ടിന്റെ റെസ്റ്റോറൻ്റ് ആണ് നോക്കുന്നത്. ആലിയ ഭട്ട് ഇവിടെ വന്ന് കഴിച്ച് നമ്മൾ ഇന്ത്യൻസ് ഒക്കെ എല്ലാവരും ആലിയ ഭട്ടിന്റെ കേക്ക് അങ്ങനെയാണ് നമ്മൾ അതിനെ കൂടുതൽ പറയുന്നത്. അപ്പൊ പ്ലാൻ മാറ്റിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ അടുത്താണ് ആലിയ ഭട്ട് കേക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടേക്ക് പോവാണ്. യവണേ എന്തോരം ദൂരം കൂടിയുണ്ട് ഇവിടുന്ന്? 2 മിനിറ്റ് ഇവിടെ നടക്കാനേ ഉള്ളൂ. 2 മിനിറ്റ്. ഫുള്ള് അപ്പുറം ഇപ്പുറം എല്ലാം ഇഷ്ടം പോലെ ഷോപ്പുകളാണ്. ലറ്റോ, ഇതാണ് ആ കട. കിട്ടിയ ആംബിയൻസ് ആണ്. സോ അമേസിംഗ് കേക്ക്. അതെ, കിട്ടില്ല ആംബിയൻസ് അല്ലേ? ഒന്നും പറയാനില്ല. ഇഷ്ടംപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? കണ്ടിട്ടൊരു പോസിറ്റീവ് ആയി. കഴിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നമ്മളിവിടുത്തെ ഫേമസ് ആയ ദുർഗ കേക്കുകളിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ട് എക്സാക്ട്ലി ഉള്ള അഭിപ്രായം ഞാൻ പറയാം. ഇവിടെ വന്നിട്ട് പലതും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഫുഡുകൾ. ആ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് ഞാൻ എന്റെ അഭിപ്രായമാണ് ഗൈസ് പറയുന്നത്. പലർക്കും പല രുചിയാണ്. അതിനുവേണ്ടി നിങ്ങൾ പോകുമെന്ന് ഞാൻ പറയില്ല. നുത്തലയും സ്ട്രോബെറി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. ഇനി ഇവിടെ വരട്ടെ, ഹൈപ്പുകളെ നമുക്ക് പൊളിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. സത്യമാണെങ്കിൽ സത്യം പറയും. നമ്മുടെ കേക്കുകൾ വന്നിട്ടുണ്ട്. അതെ, ഇതാണ് ആലിയ ഭട്ട് പറഞ്ഞേക്കണ ഫേമസ് ആയ കേക്ക്. പിസ്താഷ്യോ ഇവിടുത്തെ തന്നെ സിഗ്നേച്ചർ ആണ്. ഓക്കെ, ഇത് കഴിച്ചിട്ട് പറയാം. അറിയാമല്ലോ, കേക്ക് ഓൾറെഡി ഞങ്ങൾ കുറച്ച് ട്രൈ ചെയ്ത് വന്നപ്പോഴേ ആക്രാന്തം കാരണം കഴിച്ചിട്ട് പറയേണ്ടതാണ്. You can understand. പിടിച്ചോ എങ്ങനെ അടുത്തൊന്ന് ട്രൈ ചെയ്തറിയാമേ. അപ്പോൾ കഴിച്ച് നമ്മൾ അടുത്ത കേക്ക് ട്രൈ ചെയ്യാണ്. ടോഫി കേക്ക്, കാരമൽ കേക്കാണ്. ആദ്യത്തെ കേക്ക് കൊള്ളാം. നല്ലതാണ്. ഇതാണ് ആലിയ ഭട്ട് പറഞ്ഞ് ഫേമസ് ആക്കിയ ആ കേക്ക്. പ്രിയമേ ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. അടിപൊളി സാധനം അല്ലേ? ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ.
വേണ്ടേ? തുമ്പ് രണ്ടാമത് ഓർഡർ ചെയ്ത് കഴിച്ചേക്കുന്ന കേട്ടോ ഇത്. ഈ സാധനം മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ പോരാ, 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു, കുഴപ്പമില്ല, വലിയ മടുപ്പുമില്ല, ഭയങ്കര ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞങ്ങളിത് ഓർഡർ ചെയ്തതാണ്. ഒന്നും പറയാനില്ല, ലണ്ടനിൽ വരുന്നവർ ഇവിടെ വന്നത് കഴിച്ചു, വെർത്താണ്. എനിക്ക് വരെ ഈ കേക്ക് ഇഷ്ടപ്പെടും. എലി വാരി വാരി കഴിക്കുന്നുണ്ട്. എലി എങ്ങനെ കേക്ക് എങ്ങനെ എലി നിന്നോട് കഴിക്കാനാ പറഞ്ഞത്? ആ അത് കൊള്ളാം. ഞങ്ങൾ ഷെയർ ആക്കി കേട്ടോ. എലി എങ്ങനെ എലി? എലിക്ക് ഭയങ്കരമായിട്ട് ഈ കേക്ക് ഇഷ്ടപ്പെട്ടു. എലി എങ്ങനെ കേക്ക്? പാലാ സംഭവം അടിപൊളിയാ. അങ്ങനെ വേഗത്തില്ല, അതിനകത്ത് അവർ വേറെ എന്താ കാർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെ അറിയാമേ? അടിപൊളിയാണ്, അടിപൊളി സാധനമാണ്. മസ്റ്റ് വിസിറ്റ് മിൽക്ക് കേക്കാണ്, പിസ്താഷ്യോ ഞാൻ അത്ര സാധനമില്ല. അപ്പം നിങ്ങൾ വരിക, ഇഷ്ടമുള്ള കേക്കുകൾ കഴിച്ച് നോക്കുക കേട്ടോ. ഷെൽഫ് നിറയെ കേക്കാണ്. നമ്മളൊരു 3 കേക്ക് ട്രൈ ചെയ്തോളൂ, അതെല്ലാം അടിപൊളിയാണ്. നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബാക്കിയുള്ള കേക്കുകൾ ട്രൈ ചെയ്യാം. ഇവിടെ വരുന്നവർ എന്തായാലും വന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ചൈന ടൗണിലേക്ക് എത്തുകയാണ്. അതെ, നല്ല സ്മെല്ലാട്ടോ. അതെ അതെ, അടുത്തോട്ട് എത്തുന്നവർ നല്ല സ്മെല്ലുകൾ വരുന്നുണ്ട്. ഈ സ്ട്രീറ്റ് ഫുൾ സ്മെല്ലാണ് ഫുഡിൻ്റെ. വെതർ ഭയങ്കര മോശമാണ്, ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താകും എന്നറിയില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ ചൈന ടൗണിലോട്ട് കയറുകയാണ്. എൻട്രൻസ് ഒക്കെ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ ചൈനീസ് സെറ്റപ്പിൽ എത്തിയ പോലെ ഫീൽ ഉണ്ട്. നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലും മാത്രം കണ്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മൾ നേടിയെത്തിയിരിക്കുന്നു, ചൈന ടൗൺ ചിങ് ചാങ് ചൂ. എന്ത് കഴിക്കും ഒരു പിടിയില്ല. ഞങ്ങൾക്ക് അതിന് പിടിയും കിട്ടും നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളത്. ഞങ്ങളിവിടെ കടകൾ അന്വേഷിച്ച് നടക്കുകയാണ്, ഫേമസ് ആയ കടകൾ. നമുക്ക് അങ്ങനെ അറിയാൻ മേലാത്തതുകൊണ്ട് ഇനി കൈ കാണുന്ന കടയിൽ കയറി എന്തെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാം. നല്ല തിരക്കുണ്ടല്ലോ. കട കയറിയിട്ടുണ്ട്, പേരൊന്നും വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നമ്മൾ 2 സാധനം മേടിച്ചിട്ടുണ്ട്. ഈ കടയുടെ പേര് ബൻസി. ഇത് കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് എന്നാണ് ഇത് പറയുന്നത്, ചൈനയല്ല, കൊറിയനാണ്. ട്രൈ ചെയ്ത് നോക്കാം. പ്രേമ കഴിച്ചു നോക്കും, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇവിടെ ഈ കടയിൽ നിന്ന് പോകുന്നത് മേടിച്ചോണ്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ ഇത് തന്നെ തോന്നുന്നു മേടിച്ചോണ്ട് വരുന്നതിന് കറണം കിട്ടി. നീ മറ്റൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, എനിക്ക് പരിപാടി ചെയ്യലേ. അപ്പോൾ ഗായ്സ്, അടുത്ത ക്രഞ്ചി ചിക്കൻ. ചിക്കനൊക്കെ നല്ലത് ബീഫാണ്. വെരി അഫോർഡബിൾ ആണ്, ട്രൈ ചെയ്യാവുന്നതാണ്, മോശമൊന്നുമില്ല. അപ്പോൾ അതെ, നമ്മൾ അടുത്ത ലൊക്കേഷൻ തപ്പി നടക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇരുന്ന് കഴിക്കാൻ പ്ലാനില്ല, കുറച്ച് സ്ട്രീറ്റ് ഫുഡുകൾ ട്രൈ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ആ, ഇവിടെ മോമോ കാണുമല്ലോ. ഇവിടെ എന്തായാലും മോമോ ഉണ്ടായിരിക്കുകയല്ലോ, ഉറപ്പായിട്ടും കാണും. ഇവിടെ ഡക്കൊക്കെ കിട്ടുന്ന നല്ല, ഇവരുടെ ഡക്ക് ഭയങ്കര ഫേമസ് ആണ് ചൈനീസിൻ്റെ. ടൈം ഒക്കെ ആണെങ്കിൽ പോലും നല്ല ആൾക്കാരുണ്ട് സ്ട്രീറ്റിൽ, ഫുൾ ബിസിയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് വരിക. ഇയാളെ അവിടെ ആ പുറത്ത് ഇങ്ങനെ തൂങ്ങിയിട്ടൊക്കെ സാധനം കണ്ടോ? ആ പോർക്കൊക്കെ ഇരിക്കണുണ്ടോ?
അത് നമുക്ക് ഇങ്ങനെ ടേക്ക് അവേ ആയിട്ട് കിട്ടുമായിരുന്നെങ്കിൽ ചുമ്മാ ട്രൈ ചെയ്യായിരുന്നു. അത് ഡക്കും പോർക്ക് ഉണ്ടാക്കാൻ തോന്നും. ചിക്കനും ഡക്കും പോർക്കുമാണത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലേ പോർക്കൊക്കെ. അത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് കയറി. അല്ലെങ്കിൽ ഒന്നില്ല നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കിട്ടുമോ നോക്കാം. നമുക്ക് ഈ സ്ട്രീറ്റ് ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്ന ഒരിക്കലും കണ്ടാൽ നമുക്ക് അങ്ങനെ പിടിക്കാം. അങ്ങോട്ടടി നല്ല വൈബുണ്ടല്ലേ. അതെ, ചൈനീസ് ഫുഡുകളും കൊറിയൻ ഫുഡുകളും അങ്ങനെയുള്ള ഏഷ്യൻ ഫുഡുകളോട് താല്പര്യമുള്ളവർ ഇവിടെ വരേണ്ടതാണ്. വെതർ ഇച്ചിരി മലമായി പോയി. തണുപ്പില്ല, പക്ഷെ മഴ ആയതുകൊണ്ട് തണുപ്പില്ല. മഴ കാണിച്ചിട്ടില്ലായിരുന്നു. BBC വെതറും പറ്റിക്കപ്പെടാൻ തുടങ്ങി നമ്മൾ. സ്ട്രീറ്റ് ഫുഡുകൾ എന്ന് പറയാൻ നോക്കിയിട്ട് ഇവിടെ സ്ട്രീറ്റ് ഫുഡുകൾ അങ്ങനെ അധികം കാണുന്നില്ല. എല്ലാം ഈ റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ മൊത്തം കാണുന്നത്. ഇവിടെ അങ്ങനെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പോൾ ഇത് ഏത് റെസ്റ്റോറൻ്റാണ് നല്ലത്, എന്താണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറേണ്ടി വരും. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടല്ലോ, ടേക്ക് അവേ പോലെ. അപ്പം നമ്മൾ ചൈന ടൗണിൻ്റെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് അതായത് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറാം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറാം. അതാ പറഞ്ഞത്, അങ്ങോട്ട് പോയിട്ട് തിരക്കുള്ളൊരു കടയിൽ കയറാം. അപ്പോൾ ആൾക്കാരുള്ളവരെ കയറുമ്പോഴല്ലേ നല്ലത്. അതുള്ളൊരു പോസിറ്റീവ് ചിന്താഗതി. ബൺ ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കസ്റ്റാർഡ് ബണ്ണാണ്. അപ്പോൾ ഇത് ഫേമസ് ആണ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു, ബൈ. കസ്റ്റാർഡ് ബണ്ണ് അറിയാമോ? ട്രൈ ചെയ്യാൻ പോകണം. ബണ്ണ് ഭയങ്കര സോഫ്റ്റ് അല്ലേ? ബണ്ണ് ഭയങ്കര സോഫ്റ്റാണ്. കസ്റ്റാർഡും മുട്ടയാണ്. മുട്ടയുടെ ഉണ്ണി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു കസ്റ്റാർഡാണ്. ഇവിടെ പോർക്കിൻ്റെ ഫ്രൈ ആണ്, പോർക്ക് ബൺ. ബണ്ണ് ഭയങ്കര സോഫ്റ്റാണ്, നല്ല ഫ്ലഫി ആയിട്ടിരിക്കും. ബണ്ണിനകത്ത് ഇവരുടെ സോസൊക്കെ പോർക്ക് വെച്ച് ഫില്ല് ഉണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാണ്. ബണ്ണ് നല്ല സോഫ്റ്റ് ഒക്കെയാ. ഇത് നമുക്കൊരു ടേസ്റ്റ് അല്ല. അപ്പം അതെ, നല്ലതാണ്. ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാതിരിക്കരുത്, ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എൻ്റെ ഒരു മൈൻഡിൽ എക്സ്പെക്റ്റേഷനിൽ ചൈന ടൗണിലെല്ലാം കൂടുതലും സ്ട്രീറ്റ് ഫുഡുകളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റുകളാണ് ഫുള്ള്. അപ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നമുക്ക് കയറി കഴിക്കാം. എല്ലാം ഫേവറേറ്റ് മിക്കി മൗസിനെ കണ്ടോ? മിക്കി മൗസിനെ കണ്ടത്? മിക്കി മൗസിനെ കണ്ടോ? നമ്മളിവിടെ ഒരു കടയിൽ കയറുകയാണ്. 4 സീസൺ എന്നാണ് എൻ്റെ പേര്. കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റിവ്യൂവും കണ്ട്. അയ്യാമ്മേ, അപ്പോൾ എന്താ അവസ്ഥ? അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അതെ ഇവിടുന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് ഓർത്ത്. വടിയും കോലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്ര ആളുടെ ഉപയോഗിക്കാൻ അറിയാൻ പറ്റാ. ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് പഠിക്കുന്ന ആളിയാൻ. ഞാനിവിടെ ഒരു ക്ലാസിക് ഡ്രിങ്കാണ്, ആൽക്കഹോളാണ്. 52% ഓളി ഉണ്ടാവും എഴുതിയിട്ടുണ്ട്. അടിച്ചു പൂസ. ഇനി അടുത്ത വ്ളോഗ് ഒന്നും ഇവിടെ കാണുന്നത് എല്ലാം വേണം. എനിക്കുള്ള വാറ്റാണോ തോന്നുന്നു, കട്ട വാറ്റാന്ന് തോന്നുന്നത്. അടിച്ച് ഓൾറെഡി എല്ലാം പോകുന്നു തോന്നുന്നു. ടേസ്റ്റ് നോക്കാം, ഒറ്റടിയൊന്നും നടക്കില്ല. മാറ്റി ചൈനക്കാറ മാറ്റി. എന്റെ അമ്മേ മറ്റേ അതെ, കുറച്ച് വെള്ളം ഒഴിക്കാം. അയ്യോ, സംഭവം നല്ലതാണ്. ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് കട്ടിയാണ്. ഇതൊരു ഷോട്ട് ഉണ്ടെങ്കിൽ തീരുമാനമാകും. അടുത്ത റിയാമ്മയ്ക്ക് കൊടുക്കാം. അതിന്റെ പേര് ഷെഡോ
ട്രൈ ചെയ്യടി. ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അയ്യോ വെള്ളം എടുക്കണം. ഫ്ലേവറാണ് എന്തോ നല്ല ഫ്രൂട്ടൊക്കെ ഇട്ട് മാറ്റിയ സാധനം. ഇത്ര സാധനം അടിച്ച തിരിപ്പൻ ഹൈകോണ്ട്. പിന്നെ മീതൽ ആൽക്കഹോൾ കൂടുതലാണ് കഴിച്ചത്. അതെ, ഇതിന് 13 പൗണ്ടാണ് വില വരുന്നത് ഈ ഒറ്റ ഷോപ്പിന്. അപ്പൊ എന്തായാലും ക്ലാസിക് ഡ്രിങ്ക് കയറി ചൈനക്കട വന്നാലേ ചൈനീസിൽ നിന്ന് ചൈനീസ് ഡ്രിങ്ക് ട്രൈ ചെയ്യാത്ത ട്രൈ ചെയ്യുക. കള്ളോടിയെ താല്പര്യപ്പെടുന്നവർ ചെയ്യുക. പ്രോത്സാഹിപ്പിക്കുക എല്ലാം കേട്ടോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. യൂട്യൂബ് പഠിച്ചോണ്ടിരിക്കുക എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഇന്ന് ചോപ്സ്റ്റിക്ക് പഠിച്ചായിരിക്കും. അവസാനം ഫോർക്ക് തന്നു. നമ്മള് പഠിക്കണ കണ്ടിട്ട് അവർക്ക് മനസ്സിലായി വെറുതെ നടക്കിയല്ല. കടല് ഭയങ്കര ഒച്ചയാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത പോർക്ക് എന്നാ ക്രിസ്പി പോർക്ക് ബെല്ലിയും കുറെ ഡക്ക് സ്പെഷ്യലും വന്നിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ഡബ്ലിങ് കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ടാ? പോർക്കിന്റെ റോസ്റ്റ് പോർക്ക് വന്നിട്ടുണ്ട്. ഡക്ക് സോറി അടുത്ത നമ്മൾ ഓർഡർ ചെയ്ത ഡക്ക് വന്നിട്ടുണ്ട്. അത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ കൊള്ളാം. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഉണ്ണി ബാബാവോ ഏലിനെ ഉറക്കാൻ വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുന്നതാണ്. ഒന്നും തോന്നരുതേ. നമ്മളിവിടുന്ന് കഴിച്ചിട്ടിറങ്ങി. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. 4 സീസൺ എന്നാണ് പേര്. ഫുഡ് കൊള്ളാം, മോശമൊന്നുമില്ല. കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ കയറി കഴിക്കുന്നവർ ശ്രദ്ധിക്കുക, കുറച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഇവിടുന്ന് ഫുഡ് ചൈന ടൗണിനോട് നമ്മൾ യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണം. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങളിതേ ട്രെയിനൊക്കെ ഇറങ്ങി ഓറ്റൂലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആണ് ഓറ്റുവിൻ്റെ മൊത്തമായ ഒരു മാപ്പാണിത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇതിൽ നമുക്ക് കാണാം. നമസ്കാരം. ഞാനിപ്പോ പെണ്ണിട്ടാണല്ലോ നിർത്തിയുള്ളു. എത്രയും പെട്ടെന്ന് പെണ്ണ് കിട്ടാ. ഇത് കൊള്ളാമല്ലോ പരിപാടി. ഏറ്റവും വലിയ കൺസേർട്ട് നടക്കുന്നത്, അതായത് കൺസേർട്ടിന്റെ മാത്രം ഒരു ഇത്, അല്ലാതെ മറ്റേ വെംബ്ലി സ്റ്റേഡിയം പോലെ. അതെ. ഏമേ എന്താ അവസ്ഥ? ഏമ പുതിയ ഷൂ ഒക്കെ മേടിച്ച്. ആഷിക്കിന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ആരുമില്ല. വ്ളോഗ് വ്ളോഗ് ഞാൻ വ്ളോഗ് കാണാറുണ്ട്. ആഷിക്കെ നീ അങ്ങനെ വ്ളോഗ് കാണാറില്ലേ? ആ കാണാറുണ്ട്. ആ പിന്നെ ബെല്ലൈക്കണും അമർത്തിയിട്ടുണ്ട്. ഇതിന് വീട് ഇഷ്ടപ്പെട്ട് അപ്പൊ തന്നെ ലൈക്ക് അടിച്ച്.
കൊടുക്ക്. ഗുഡ് ഗേൾ ആണോ ഗുഡ് ഗേൾ. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചില്ല് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. അച്ചു പോവാണ്. ബായ് അച്ചു. ബായ്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുകയാണ്. ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കുകയാണ്. ബൈ 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 ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം, അതെ, ഷെയർ ചെയ്യണം, അതെ, പിന്നെ എന്നെ ഒന്ന് ഫേമസ് ആക്കണം. ഓക്കെ സെറ്റ്.